നമ്മുടെ സിനിമ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. വളരെ സാധാരണക്കാരായ ഓഡിയൻസിനെ നല്ല രീതിയിൽ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും പേടിപ്പിച്ചും ഒക്കെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണുന്നതായിരിക്കും. എന്താ പറയാ, നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ മുന്നിൽ കളിച്ച് വരുന്ന ഒരു ചെറുക്കൻ ഇങ്ങനെ വളർന്ന് അതെ, തോമസ് ചേട്ടന്റെ മോൻ. ഇപ്പോ അല്ല, ഇത് ഞാൻ പറഞ്ഞല്ല, ഓക്കിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തുണ്ടായിരുന്നൊരു പയ്യൻ ഇപ്പൊ വലുതായി ട്രാൻസ്ഫോം ചെയ്ത് വേറൊരാളായി നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അത് കാണണമെങ്കിൽ നിങ്ങൾ തിയേറ്ററിലോട്ട് വരിക. ഇതൊരു തിയേറ്റർ വിഷ്വലി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. കാരണം അതിന്റെ വിഷ്വൽ ക്വാളിറ്റി അങ്ങനെയാണുള്ളത്. അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി, നൗഫലിന്റെ ഡയറക്ഷൻ സൈഡ്, നമ്മൾ ആ ടെക്നിക്കൽ സൈഡിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്താണ് മാത്യുവിന് പറയാനുള്ളത്? നിങ്ങളെല്ലാവരും സിനിമ കണ്ട സ്ഥിതിക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിനും കൂടെ നമുക്ക് സംസാരിക്കാം. ഞങ്ങള് ഒരു 1.5 വർഷത്തെ ഒരു എഫേർട്ടാണ് ഈ സിനിമ. അപ്പൊ അത് തിയേറ്ററിൽ കണ്ട് ആളുകളുടെ കൂടെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഭയങ്കര ഹൈ ആയിരുന്നു. പേഴ്സണലി ഞാൻ ഭയങ്കര പ്രൗഡാണ്. എനിക്ക് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതിലുപരി ഫ്രീഡം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സിനിമ ചെയ്യാൻ ഒരു കംപ്ലീറ്റ്ലി എല്ലാ തരത്തിലും ഒരു ഫ്രീഡം തന്ന എൻ്റെ പ്രൊഡ്യൂസർക്ക് ആണ് എനിക്ക് ഞാൻ ഏറ്റവും അധികം നന്ദി രേഖപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഏറ്റവും വല്ലിരിക്കുന്ന എല്ലാവരും എന്നെ മാത്രം ട്രസ്റ്റ് ചെയ്തിട്ട് വന്ന ആളുകളാണ്. അപ്പം ഞാൻ കാലിക്കറ്റ് ഗലേറിയ മാളിൽ ഞങ്ങൾക്കൊരു ഇവന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കര വലിയ ക്രൗഡായിരുന്നു അവിടെ. അപ്പൊ ആ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞു പോയതാണ്. എൻ്റെ പ്രൊഡ്യൂസേഴ്സിനോട് പറയുന്ന പോലെ, ഞാൻ നിങ്ങൾ എന്നെ വിശ്വസിച്ച് വന്നത് തെറ്റില്ല, ഞാൻ ഇത്ര ആളുകളുടെ മുന്നിൽ വീണ്ടും വാക്ക് തരാന്ന് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ തിയേറ്ററിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. കണ്ട എല്ലാവരും നല്ല മോശം അഭിപ്രായം, എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളായിരിക്കുമല്ലോ ഉറപ്പായിട്ടും. പക്ഷെ മോസ്റ്റ്ലി നമുക്ക് വന്ന എല്ലാം ഭയങ്കര പോസിറ്റീവ് കമന്റ്സ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് മുന്നേ പറഞ്ഞു, ഇതിൻ്റെ ഈ ഒരു സിനിമ ഉണ്ടാക്കിയ ഒരു പ്രോസസ്സിൽ ഞാനൊരു 10-12 വർഷമായിട്ട് എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലും എഡിറ്ററായിട്ടും അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്ത് എഡിറ്ററായി ഒരു 10-12 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നോർമലി ഒരു സിനിമ എന്താ പറയാ, അല്ല അങ്ങനെയല്ല നമുക്ക് തിയേറ്ററിന് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിനിമാക്കാര് ഒരു മേക്കർ എന്നുള്ള രീതിയിൽ ഭയങ്കര എനർജിയാണ് അത്. നമുക്ക് അതെ, തൊട്ട് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിന്റെ ഒരു സിനിമ തിയേറ്ററിൽ ഇന്ന് എത്തിയിരിക്കുകയാണ്. ഒരു 1.5 വർഷത്തെ പരിപാടി ഉണ്ട് അതിൽ. അപ്പൊ അത് ഒരുപാട് എഫേർട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രഷേഴ്സും ഒക്കെ ആയിട്ട് ഞാൻ ഈ അടുത്ത് ഒന്ന് ആലോചിച്ചിരുന്നു, ഇനി സിനിമ വേണ്ട, ഈ പരിപാടി നമുക്ക് പറ്റാത്ത പരിപാടിയാണെന്ന് ആലോചിച്ചത്. പക്ഷെ ഇന്ന് സിനിമ തിയേറ്ററിൽ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും സിനിമ ചെയ്യാനുള്ള ആഗ്രഹം കൂടാണ് ഉണ്ടായത്. ഒരുപാട് കുറച്ച് ഇമോഷണലാണ്, ഭയങ്കര ഹാപ്പിയാണ്. വാക്കുകളൊക്കെ തെറ്റിപ്പോവും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, വളച്ചൊടിക്കരുത്. ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ്. നമ്മള് നോർമലി ഒരു സിനിമ ഒരു ഫസ്റ്റ് കട്ട് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് നോർമലി ഉമ്മാര് കാശ് മുടക്കിയത് കാരണം എന്തായാലും കാണാനുള്ള ഒരു ത്വര ഉണ്ടാവല്ലോ, പിന്നെ എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു ഡബിങ്ങിന്റെ മുന്നേ ഒരു ഫസ്റ്റ് കട്ട് കണ്ടു കഴിഞ്ഞപ്പോ പ്രൊഡ്യൂസേഴ്സ് സജിൻ ഉൾപ്പെടെ സിനിമ കണ്ടിട്ട്, അന്ന് ഒരു 2.5 മണിക്കൂറായിരുന്നു ആ വേർഷൻ. അത് കണ്ടിട്ട് ഇവരെന്റെ അടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് പറഞ്ഞത്, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം, സെറ്റ് എന്നാ പറഞ്ഞത്. അവിടെയായിരുന്നു സിനിമയുടെ ആദ്യത്തെ ഒരു വിജയം എന്ന് പറയണേ. അതിൽ നിന്ന് കിട്ടിയ ഒരു എനർജിയും എല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. താങ്ക് യു. ഞങ്ങളെ സിനിമ ഇനി കുറെ ആളുകളിലോട്ട് ഇനി എത്താനുണ്ട്. അത് ഓർഗാനിക് ആയിട്ട് എത്തും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ.
ഇതുവരെ അത് തെറ്റിയിട്ടില്ല. താങ്ക് യു. ആദ്യം തന്നെ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇങ്ങനെ പടം ഇന്നലെയൊക്കെ വരെ എനിക്ക് തോന്നുന്നു ഈ ഫസ്റ്റ് ഷോ കഴിയുന്ന വരെ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. അല്ലെങ്കിൽ ഇതെങ്ങനെ എനിക്ക് പടം ഷൂട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അധികം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഭയങ്കര നല്ലൊരു സിനിമയാണ്, ഭയങ്കര അടിപൊളി ക്രൂ ആണ്. ഇപ്പൊ ഇവരുടെ മ്യൂസിക് ആണെങ്കിലും നൗഫലിക്കയും അല്ലെങ്കിൽ അഭിചേട്ടനും ഇതിൽ വർക്ക് ചെയ്ത എല്ലാ ക്രൂവും ഭയങ്കര അടിപൊളിയാണ്. ഇത് എന്തായാലും ഭയങ്കര വൃത്തിയായിട്ടുള്ള ഒരു സിനിമയായിട്ട് വരും. അപ്പൊ എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇതെങ്ങനെ ആൾക്കാർ സ്വീകരിക്കും എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ പടം ഇറങ്ങി തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി വന്ന മെസ്സേജ് പറയുന്നത് റിവ്യൂ ഒന്നും അല്ല, എനിക്ക് പേഴ്സണലി വന്ന മെസ്സേജുകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ അപ്പോഴാ ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അല്ലെങ്കിൽ എന്താ ഈ ഭയങ്കര ആൾക്കാർ ഓരോ ജെന്യൂനായിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആവും നമ്മള്. ഞാൻ നൗഫലിക്കയുടെ അടുത്തും സജിനിക്കയുടെ അടുത്തും പിന്നെ ഇത് എഴുതി സുനു ജോഗേശ്വരിൽ വർക്ക് ചെയ്ത എല്ലാവരോടും പേഴ്സണലി എൻ്റെ ബിഗ് താങ്ക് യു. നിങ്ങൾ ആരും ഇല്ലെങ്കിൽ ഞാൻ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഈ കിട്ടുന്ന റെസ്പോൺസിനൊക്കെ ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ടു എവ്രി വൺ. അപ്പോ എല്ലാരും എത്തണം. അപ്പൊ എല്ലാരും ഒന്ന് പറയാ നിങ്ങൾക്ക് എന്താ ജെന്യുവൻലി തോന്നി എന്നുള്ളത് എല്ലാരോടും പറയാ. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ആരെയും ബോറടിപ്പിക്കില്ല. എന്റെ ഈ സംസാരം ബോറടിപ്പിക്കുന്നുണ്ടെങ്കിലും സിനിമ ഒരിക്കലും ബോറടിപ്പിക്കില്ല. നീറ്റ് ആയിട്ടുള്ള ഒരു എന്റർടൈനർ ആണ്. ഹൊറർ വർക്ക് ആവുന്നുണ്ട്, ഹ്യൂമർ വർക്ക് ആവുന്നുണ്ട്, ഇമോഷണൽ സൈഡ് പടത്തിന്റെ വർക്ക് ആയിട്ടുണ്ട്, ത്രില്ലിംഗ് ആന്ന് പറഞ്ഞ മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോ എല്ലാ തരത്തിലും അത് വർക്ക് ആവുന്നുണ്ട്. ഡെഫിനറ്റ്ലി പറഞ്ഞ പോലെ ചിലവർക്ക് ചില ഏരിയാസ് വർക്ക് ആവുന്നില്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ മെജോറിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ മെസ്സേജസ് എല്ലാം ഭയങ്കര രസമായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമ എന്നുള്ള രീതി തന്നെയാണ്. ഭയങ്കര ജെന്യൂനായിട്ട് പറയുന്നത്. ഞാൻ അല്ലാണ്ട് എനിക്ക് വന്ന് എല്ലാം വർക്കാണ് അടിപൊളിയാണെന്ന് പറയുന്ന കാര്യമല്ല ഞാൻ പറയണത്. ആക്ച്വലി ഭയങ്കര ഫ്രം ദി ഹാർട്ട് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ റെസ്പോൺസ് വെച്ചിട്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ് നമുക്ക് മെസ്സേജ് തന്നെ എല്ലാം തന്നെ. അപ്പോൾ ഒരിക്കലും ഇത് സിനിമ തിയേറ്ററിൽ വന്നെ ആരെയും നിരാശപ്പെടുത്തില്ല, വെറുപ്പിക്കില്ല. ഡീസെന്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം പ്രോപ്പർ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. താങ്ക് യു സോ മച്ച്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. കാരണം രാവിലെ തൊട്ട് ഷോ കഴിഞ്ഞിട്ട് കിട്ടുന്ന റെസ്പോൺസസ്, ജെന്യുവൻ ആയിട്ടുള്ള കുറേ കോൾസ് വരുന്നു, കുറേ മെസ്സേജസ് വരുന്നു. ഒരു ആക്ടറിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് ജെന്യുവൻ ആയിട്ട് വരുന്ന കുറേ അങ്ങനത്തെ അപ്രിസിയേഷൻ. സോ ഞങ്ങൾ ഫുൾ ടീം ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും ഈക്വലി ഹാപ്പിയാണ്. ഈ ഒരു ഡേന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആരും ഇത് തിയേറ്ററിൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സിനിമ എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. കാരണം ഒരു നല്ല മികച്ച ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്ന ഒരു സിനിമയാണ്. കുറേ എലമെന്റ്സ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ എലമെന്റ്സ് ഉണ്ട് ഈ പടത്തിൽ. അപ്പോൾ ഇതാരും മിസ് ചെയ്യരുത് എന്നുള്ളൊരു ആഗ്രഹമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കാണാത്തവർ കാണാം. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷം ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിലും ഇവിടെ ഇരിക്കാൻ പറ്റിയതിലും ഒക്കെ. ഈ സക്സസ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇവര് പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. ശരിക്കും എല്ലാവരുടെയും ഉള്ളിൽ നിന്നുള്ള വാക്കുകളാണ് പറഞ്ഞേക്കുന്നത്, സന്തോഷം പ്രകടിപ്പിച്ചേക്കുന്ന എല്ലാം. അപ്പൊ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ശരിക്കും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇതിന്റെ എക്സ്പീരിയൻസ് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. എന്താ പറയുക, ഇതിന്റെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ശരിക്കും അത് OTT വന്ന് നിങ്ങൾ കാണാതെ അതിന് മുമ്പായിട്ട് തന്നെ തിയേറ്ററിൽ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാണാത്തവർ ഇത്രയും വേഗം കാണണം. കണ്ടവരെല്ലാവരോടും നല്ല അഭിപ്രായങ്ങളുള്ളവർ നമ്മളോട് അറിയിക്കുക, ഇഷ്ടപ്പെടാത്തവർക്കും അറിയിക്കാം. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടും ഫാമിലിയോടും എല്ലാവരോടും ഒരുമിച്ച് പോയി കാണാൻ പറ്റിയ പടമാണ്. ഉറപ്പായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യും. തിയേറ്ററിൽ നിന്ന് മിസ്സാക്കരുതെന്ന് ഞാൻ പറയും. ശരിക്കും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. എല്ലാവരും പടം കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഞങ്ങളാണ് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇതിന്റെ. അപ്പൊ ആദ്യം പറയാനുള്ളത്, ഇങ്ങനെ ഒരു ടീം ഭയങ്കര റെയർ ആണെന്ന് പറയാം. അതായത് ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് തൊട്ട് ഇത്രയും എന്താ ഓപ്പൺ ആയിട്ടുള്ള ഡയറക്ടർ തൊട്ട് ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള കാസ്റ്റ് തൊട്ട് അങ്ങോട്ട് നമ്മുടെ വിജയ്, നമ്മുടെ അഭിഗഡ് ക്യാമറ, നമ്മുടെ റൈറ്റേഴ്സ്, ഇത് ഇങ്ങനെ ഒരു ടീം ഭയങ്കര ഭാഗ്യം എന്ന് പറയാം. എക്സാക്ട്ലി അത് ഭയങ്കര
എന്താ ഭാഗ്യം എന്ന് തന്നെ പറയാം. അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. താങ്ക് യു. നിങ്ങളാണ് അത് സപ്പോർട്ട് ചെയ്തത്. അപ്പൊ അത് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങളുടെ മ്യൂസിക് ആണെങ്കിൽ പോലും നമുക്ക് വിചാരിക്കുന്ന സാധനം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി അങ്ങനെ തന്നെ ആൾക്കാർ കിട്ടിയെന്ന് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയെന്നുള്ളത് അറിഞ്ഞിട്ട് ഭയങ്കര സന്തോഷം. അപ്പൊ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കണ്ടിന്യൂ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷം. ഫസ്റ്റ് താങ്ക്സ്. ഈ ഒരു പടത്തിന്റെ ഭാഗമാക്കിയതിൽ ഭയങ്കര താങ്ക്സ്. പ്രൊഡ്യൂസർ, പിന്നെ റൈറ്റേഴ്സ് ജ്യോതിഷ്, സുനു, എല്ലാവർക്കും ഭയങ്കര ഇതുണ്ട്, താങ്ക്സ് ഉണ്ട്. ഇത് അതെ, ഞങ്ങൾക്ക് വലിയ പത്രസമ്മേളനമോ അല്ലെങ്കിൽ ഇത്രയധികം ക്യാമറയൊക്കെ ഫേസ് ചെയ്ത് പരിചയമില്ലാത്ത പാവങ്ങളായ കുറച്ച് സിനിമാക്കാരാണ്. അപ്പോ നമ്മൾ പറയണതിൽ പാകപ്പഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെ ഒന്ന് ക്ഷമിച്ചു തന്നേക്കണം. അപ്പം നമ്മള് ഷൂട്ട് നടക്കുന്ന ആ സമയത്ത് തൊട്ട് തന്നെ നമ്മള് ചില സീനുകളൊക്കെ കഴിയുന്ന സമയത്ത് നമ്മള് റഫ് എഡിറ്റ് കാണുമ്പോഴും ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് ഈ പരിപാടി വർക്കാണ് എന്നുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പിൽ അത് ഇതാവൂലേ, അങ്ങനെ ആവൂലേ, വർക്ക് ആവൂലേ, അങ്ങനത്തെ ഒരു പരിപാടി ഒരു കോൺഫിഡൻസ് തന്നെ ആയിരുന്നു നമ്മൾ ഓൾമോസ്റ്റ് ഷൂട്ട് കഴിഞ്ഞിരിക്കുന്ന ആ സമയത്ത്. ഇപ്പം അതിന്റെ ഒരു 2 ഇരട്ടിയായിട്ടാണ് സ്ക്രീനിൽ കാണാൻ പറ്റിയത്. അതിൽ വളരെ സന്തോഷം. ഇതേപോലെ തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, ഓരോരോ ഡിപ്പാർട്ട്മെന്റിനെയും കുറിച്ച് ആക്ടേഴ്സിനും ഓരോരുത്തരെയും എടുത്തു പറഞ്ഞുകൊണ്ട് ഓരോ മെസ്സേജ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴും വായിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ പടം കാണുക. ഇത് ഭയങ്കര ഒരു ഇപ്പൊ നാട്ടിൻ പുറത്തുനിന്നൊക്കെ വരുന്ന മെസ്സേജുകളിൽ അവർ പറയുന്നു ഭയങ്കര ചിരി, തിയേറ്റർ മൊത്തം ചിരി, ഭയങ്കര ഹൊറർ പരിപാടികളൊക്കെ വർക്കായിട്ടുണ്ട് അവർക്ക്. അപ്പൊ നിങ്ങൾക്കും അങ്ങനെയൊക്കെ വർക്കാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷയില്ല, വർക്കാവും. അത് അത്രയും ആൾക്കാർക്ക് വർക്കായി സ്ഥിതിക്ക് എന്തായാലും. അപ്പൊ എല്ലാവരും തിയേറ്ററുകളിൽ തന്നെ പോയിട്ട് പടം കാണുക പ്ലീസ്. OTT വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. അതുപോലത്തെ ഒരു സിനിമയല്ല, തിയേറ്ററിൽ തന്നെ ഒന്ന് പോയി കാണും. താങ്ക് യു everyone. ആക്ച്വലി എനിക്ക് അഭിചേട്ടനും നൗഫലിക്കും കെട്ടിയോളാണ്ട മലാക എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ടെക്നീഷ്യൻസിനെ കിട്ടിയതാണ്. അത് ബ്രദർഹുഡ് ബോണ്ടിങ് ആയിരുന്നു. ആഫ്റ്റർ അത് കഴിഞ്ഞിട്ട് ആക്ച്വലി നൗഫലിക്ക് അത് കഴിഞ്ഞിട്ടും അഭിചേട്ടനും കൂടി വീണ്ടും ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആക്ച്വലി ഈ സിനിമയിൽ ഭയങ്കര ഫ്രീഡത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു തോട്ട് തന്നെയാണ് ആക്ച്വലി ഈ സിനിമ എനിക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റിയത്. കെട്ടിയോളാൻ മാലക ഈവൻ അത്രയും ഫ്രീഡത്തിൽ വർക്ക് ചെയ്ത സിനിമയാണ്. നെല്ലിക്കാൻ പോയിൽ നൈറ്റ് ഡേയ്സും അത്രയും ഫ്രീഡത്തിൽ തന്നെ വർക്ക് ചെയ്ത സിനിമയാണ്. എൻ്റെ കുതിരക്കാലം എന്ന് പറഞ്ഞ ക്യാരക്ടറും അല്ലെങ്കിൽ എൻ്റെ യക്ഷി യൂണിവേഴ്സിലേക്ക് 2 കഥാപാത്രങ്ങൾ എടുത്തു വയ്ക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. അതിന്റെ ഫീഡ്ബാക്സ് കിട്ടുമ്പോഴാണ് ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി എൻ്റെ ബ്രഹ്മയോഗത്തിലെ യക്ഷിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതേപോലെ മിന്നൽ മുരളിയിലെ സൂപ്പർ ഹീറോ, ലോകയിലെ കല്യാണിയുടെ ക്യാരക്ടർ ആയിക്കോട്ടെ, ഈ പടത്തിലായാലും 2 രസകരമായ ക്യാരക്ടർ എനിക്ക് ഭയങ്കര രസമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സിനിമയായിരുന്നു. എല്ലാവരും ഭയങ്കര കൊളാബറേറ്റേഴ്സ് ആയിരുന്നു. ആക്ച്വലി ഞാൻ എന്ത് പുട്ട് ചെയ്താലും അവരത് വെയർ ചെയ്യാനും, ഈവൻ ഒരു പീരീഡ് സെറ്റിംഗ് ഉള്ള മൂവിയാണ്. അന്ന് പ്രോപ്പർലി ഒരു പീരീഡ് പറയാനുള്ള, ബട്ട് അന്ന് നമ്മൾ കണ്ടിട്ടുള്ള പഴയ സിനിമകളിലുള്ള കുറേ നല്ല കഥാപാത്രങ്ങളെ നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. അതിനുപരി ഇത്രയും ഐഡിയാസ് ഒക്കെ നമ്മൾ പിച്ച് ചെയ്യുന്ന സമയത്ത്, എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സ്, എൻ്റെ പ്രീവിയസ് ഒരു 53 സിനിമയുടെ എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഇത്രയും ഫ്രീഡത്തിൽ വർക്ക് ചെയ്യാൻ തന്നൊരു പ്രൊഡ്യൂസറിനെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നതാണ്. ആൻഡ് താങ്ക് യു സജനിക. പിന്നെ എല്ലാവർക്കും പടം ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, എനിക്കും എൻ്റെ ഫേവറേറ്റ് കഥാപാത്രങ്ങളാണ് ഈ പറഞ്ഞ മാതിരി മിന്നൽ മുരളിയും അതേപോലെ നെല്ലിക്കാൻ പോയിലെ കുതിരക്കാലനും ജ്യോതിയൊക്കെ. ആക്ച്വലി നിങ്ങൾ തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. എൻ്റെ മറ്റു സിനിമകൾ കണ്ടിട്ട് നിങ്ങളുടെ കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടും, ഈ കഥാപാത്രങ്ങൾ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും. എനിവേ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനും താങ്ക് യു. ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് തോന്നുന്നത് ഒരു സിനിമ സക്സസ് ആയിട്ട് പ്രസ് മീറ്റിൽ വിളിക്കാൻ. ഞാൻ 53 സിനിമ ചെയ്തിട്ടുണ്ട്, 53ാമത്തെ സിനിമ വരെ എത്തേണ്ടി വന്നു എന്നെ ഒരു പ്രസ് മീറ്റിൽ വിളിക്കാൻ. താങ്ക് യു ചേട്ടൻ ഇവിടെ ഇല്ല, പക്ഷെ ചേട്ടനും ബിഗ് താങ്ക്സ് ഫ്രം എവ്രി വൺ. കാരണം
ഇത് തിയേറ്ററിൽ എല്ലാവരും സൗണ്ട് എടുത്ത് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ആ ഒരു സൗണ്ട് കൊണ്ടുവരുന്ന ഒരു ഫീലും അതെങ്ങനെ സൗണ്ട് ഇതിനെ എലവേറ്റ് ചെയ്തിട്ടെന്നുള്ളതൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ രാജേഷൻ ചേട്ടൻ അത്രയും ഞങ്ങൾക്ക് വേണ്ടി അത്രയും ടൈം മാറ്റി വെച്ച് കുറച്ച് സിനിമകൾ മാറ്റി വെച്ച് ഇതിൽ ഫോക്കസ് ചെയ്തിട്ട് ഒരാളാണ്. വേറെ ഉണ്ടായിരുന്ന 2-3 നല്ല സിനിമകൾ മാറ്റി വെച്ച് അതെ കാന്താര കഴിഞ്ഞ ഉടനെ രാജേട്ടൻ കാന്താര ചെയ്യുന്ന കാന്താര, ഡയസിറെ, പാതിരാത്രി, നമ്മുടെ സിനിമ, ഈ 4 സിനിമയുടെ ഈ 4 ജോണറാണ്. സോ ഡയസിറയുടെ പോലെയല്ല, സോറി, വിട്ട സിനിമ ഡ്യൂഡ് വിട്ടു, ഒരു വലിയൊരു തെലുഗു മൂവി ഇട്ടു, അങ്ങനെ 3 സിനിമകൾ വിട്ടിട്ടാണ് നമ്മുടെ ഈ സിനിമയിലേക്ക് പുള്ളി വരുന്നത്. അപ്പോൾ ഡയസിറെ എന്ന് പറയുന്ന സിനിമ എൻറ്റയർലി ഡിഫറെൻറ്റ് സൗണ്ടിങ്, വേറെ തന്നെ സൗണ്ടിങ്, നമ്മുടെ കുറച്ചും കൂടി കമേഴ്ഷ്യൽ ടൈപ്പ് പ്ലസ് കുറേ ജംസ് കെയർ സാധനങ്ങളുള്ളൊരു സാധനമുണ്ട്. സോ പുള്ളി അതിന് വേണ്ടി നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി ടൈം എടുത്ത് പുള്ളിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു, നമുക്ക് വേണ്ടി പുള്ളിയും വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒത്തിരി വർക്ക് ചെയ്ത ഒരു സിനിമയാണ് നമ്മുടെ തിയേറ്റേഴ്സ്. സോ അതിൻ്റെ ഒരു എഫേർട്ട്, നമ്മളെടുത്ത എഫേർട്ട് ഇതിനകത്ത് കണ്ടു എന്നുള്ളതിൽ വളരെ സന്തോഷം. താങ്ക് യു. മാത്യു യുവാവായിട്ട് മാറിയപ്പോൾ അവസ്ഥ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് സത്യം പറഞ്ഞതൊന്നും പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ അത് അക്സെപ്റ്റ് ചെയ്തതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വീടുണ്ടായിരുന്നു, വീണ്ടും ആൾക്കാരെടുത്തിട്ട് കോട്ടയോ. കാരണം പുതിയൊരു സാധനം ട്രൈ ചെയ്യുമ്പോ ഭയങ്കര പേടിയായിരിക്കും. ഓൾസോ എസ്പെഷ്യലി അതിന് ശേഷം അപ്പം അല്ലെ എസ്പെഷ്യലി ഞാൻ പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നല്ലോ, എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അല്ല അപ്പൊ അതിനുശേഷം എനിക്ക് പേഴ്സണലി ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ റൊമാൻസ് ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്ത സിനിമയായിട്ടാണ്, അല്ലെങ്കിൽ ഷൂട്ട് ആ സമയത്തൊക്കെ ആയിരുന്നു. എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നത് പുതിയൊരു കാര്യം ചെയ്യുന്നത്, അപ്പൊ ആൾക്കാരെ സ്വീകരിക്കില്ലയോ എന്നുള്ളത്. ഇന്ന് ഈ പടം ഇറങ്ങുന്നവരെ എനിക്ക് പേടി ഉണ്ടായിരുന്നു. പക്ഷെ നൗഫലിക്കയും ഇവരെല്ലാവരും എന്നെ എപ്പോഴും എനിക്ക് കോൺഫിഡൻസ് തരുമായിരുന്നു, രസമായിട്ട് വന്നിട്ടുണ്ട്, പേടിക്കണ്ട എനിക്ക് നല്ല പേടിക്കായിരുന്നു. അപ്പൊ പക്ഷെ അത് ഇന്ന് എനിക്ക് വന്ന മെസ്സേജുകൾ വായിക്കുമ്പോഴായാലും അല്ലെങ്കിൽ റെസ്പോൺസ് കണ്ടപ്പോഴായാലും എനിക്ക് ആൾക്കാർ സ്വീകരിച്ചല്ലോ. അപ്പൊ അത് ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു ടു ദ ഓഡിയൻസ്, താങ്ക് യു സോ മച്ച്. മാത്യുവിനെ ഫൈറ്റ് ചെയ്തിട്ട് മലയാളികൾ കണ്ടിട്ടില്ല. ഇതിന്റെ ക്ലൈമാക്സോട് എടുക്കുമ്പോൾ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഫൈറ്റ് ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തത്? ഇല്ല, മാത്യുവിനെ ഫൈറ്റ് ചെയ്തിട്ട് മലയാളികൾ കാണട്ടെ എന്ന് വിചാരിച്ച അത് ആദ്യം ഒരു കുറെ ഫൈറ്റ് മാസ്റ്റർ പ്ലാൻ ഭയങ്കര ഹെവി ആയിരുന്നു. ഒരു ഭയങ്കര ഹീറോയിക് പരിപാടികളൊക്കെ അങ്ങനെ കുറെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. പക്ഷെ ഉറപ്പായിട്ടും നമുക്ക് അറിയാലോ, നമ്മളൊരു എന്താ മാത്യു അടുത്തിരിക്കുന്ന ഞാൻ ഇതാക്കി പറയണമൊന്നുമില്ല, ഒരു സൂപ്പർ സ്റ്റാർ പടമല്ല എന്തായാലും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ചെയ്യണ പോലെ മാത്യുവിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും തിരിച്ചടിക്കും, ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു നല്ല സിനിമ, എല്ലാവർക്കും എല്ലാ തരത്തിലും എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സിനിമ എന്ന് മാത്രമേ ഉദ്ദേശം ഉണ്ടാവില്ല. എൻ്റെ പ്രൊഡ്യൂസേഴ്സ് തന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്യുവിനെ കൊണ്ട് കുറെ ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. ആദ്യം പറഞ്ഞു ആ ഓർഗാനിക്കലി കഥ പറയാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടികൾ മാത്രമേ ഉള്ളൂ. വളരെ ലേറ്റ് ആണ് ആക്ച്വലി. ഞാനിപ്പോ ഈ കഥ കേട്ടപ്പോഴായാലും ഇപ്പൊ റെസ്പോൺസ് വരുമ്പോ ഈ പറഞ്ഞ പോലെ ഫൈറ്റ് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ അതെല്ലാം വൃത്തിക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു നമ്മുടെ ഫൈറ്റ് ചെയ്ത കലയ മാസ്റ്ററാണ്, നൗഫലിക്ക, രണ്ടുപേരും ചേർന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒട്ടും എന്താ ഓവർ ആവരുത് എന്നാൽ അതിന്റെ ഒരു കറക്റ്റ് അളവിൽ അത് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ അത് അവര് ഓൺ ലൊക്കേഷൻ എടുത്തത് അടിപൊളിയായിരുന്നു. പിന്നെ ഓൾസോ ഈ സിനിമ ഈ പറഞ്ഞ പോലെ ഒരു ഫൈറ്റ് സിനിമയോ അല്ലെങ്കിൽ ഇതൊന്നല്ല, അതിനുപരി ഒരു പേടിയുള്ള ഒരുത്തൻ അവന്റെ ഫിയേഴ്സിനെ ഓവർകം ചെയ്ത് അതിൽ നിന്നൊക്കെ അവന്റെ ട്രോമേനെ ഫേസ് ചെയ്ത് അത് ഓവർകം ചെയ്ത് അവൻ എന്താ പറയാ അതിൽ നിന്ന് ഒരു വളരുമെന്നല്ല, നമ്മള് ഫിയേഴ്സ് ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ മനുഷ്യനാവുകയാണല്ലോ, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ ഇത് തുറന്നു കിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ശ്യാം എന്ന് പറഞ്ഞ ക്യാരക്ടർ അവൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം തരണം ചെയ്ത് അതെല്ലാം ഫേസ് ചെയ്ത് മുന്നേറുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് ഒരു സിനിമയുടെ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ഉള്ള ഒരു ആംഗിള്. അപ്പൊ അതിന് വേണ്ടി വന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്. ഈ പറഞ്ഞ പോലെ ഓർഗാനിക്കലി വന്ന കാര്യങ്ങളാണ്, അല്ലാണ്ട് നമ്മള് ഒരിക്കലും ഒരു ഫൈറ്റ് ഇടാം, മാത്യു ഇതുവരെ ഫൈറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് മാത്യുവിനെ കൊണ്ട് ഒരു ഫൈറ്റ് ചെയ്യിപ്പിക്കാം അങ്ങനെ വന്നതല്ല. ഇങ്ങനെ ഈ ശ്യാം എന്നുള്ള ക്യാരക്ടറിന്റെ ഒരു ട്രാൻസിഷൻ പ്രോപ്പർ ആയിട്ട് പ്ലേസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് അങ്ങനെ ഭയങ്കര ഓർഗാനിക്കലി സ്ക്രിപ്റ്റില് അവര് ജ്യോതിഷംസിനും ഒക്കെ എഴുതി അങ്ങനെ വന്ന് പ്ലേസ് ചെയ്ത ഒരു പരിപാടിയാണ്. മാത്യുവില് ശ്യാം ഇല്ല ഇല്ല.
ഇല്ല എനിക്ക് കുഴപ്പമില്ല. ഹൊറർ പടങ്ങൾ പേടിയാ, പക്ഷെ എനിക്ക് തോന്നുന്നത് ബാക്കി എല്ലാ കഥാപാത്രങ്ങളും ചെയ്യുമ്പോഴും ഒക്കെ എന്തെങ്കിലും എൻ്റെ ഒരു അംശം ഉണ്ടാവും. ആദ്യമായിട്ടായിരിക്കും. ശരിയാ, ഓർമ്മിപ്പിച്ചതിൽ താങ്ക് യു ബ്രോ. ശ്യാം എന്നുള്ള കഥാപാത്രത്തിൽ ഞാനില്ല. അതെ. ജൂനിയർ വിജയുടെ കൂടെ അഭിനയിച്ചപ്പോൾ എല്ലാവരും കൂടെ ഇത് പറഞ്ഞു പറഞ്ഞ് എനിക്ക് നല്ല പേടിയാവുണ്ട്. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ അത്രയും വലിയൊരു സ്റ്റാർ ആയിട്ട് കമ്പയർ ചെയ്യാനുള്ള ഒരാളല്ല ഞാൻ. സന്തോഷമുണ്ട് ആൾക്കാരത് പറയുമ്പോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞോളം നമ്മൾ ഐഡലൈസ് ചെയ്യുന്ന ഒരാളായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി സന്തോഷമുണ്ട്. പക്ഷെ അത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതെ ഞാൻ വേറെ പരിപാടി പിടിച്ചു പൊക്കോളാം. അത്രയും വലിയൊരു ഇതായിട്ട് അയ്യോ ഞാൻ ഇല്ല അത്രയും, പ്ലീസ്. എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാ? ഫസ്റ്റ് ഇറങ്ങിയ സോങ് ഭയങ്കര വൈറലായിരുന്നു, കെമിസ്ട്രിയുടെ. അപ്പൊ എങ്ങനെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അതെ, അത് കുറെ പേര് ഇപ്പോഴും പറയുന്നു. സിനിമ കണ്ടിട്ടും തിയേറ്ററിൽ ആ സോങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നു. അത് മ്യൂസിക് ഇപ്പോൾ ഇവരാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഷൂട്ടിംഗ് ടൈമിലായാലും നമ്മളുടെ ഒരു ടീമിൻ്റെ, എനിക്ക് ഫുൾ ക്രെഡിറ്റ്സ് ടീമിനാണ്. നൗഫലിക്കനോടും എനിക്ക് താങ്ക്സ് പറയാനുണ്ട്. സുനു ചേട്ടൻ, ജ്യോതി ചേട്ടൻ, ഇതിനെല്ലാം ഒപ്പം നിന്ന് സജിൻ ചേട്ടൻ, ഇവരെല്ലാവരും കാരണമാണ് നമ്മൾക്കിപ്പോൾ ഈ സ്ക്രീനിൽ എന്താണ് പോസിറ്റീവായിട്ട് നടക്കുന്നതെന്ന് വെച്ചാൽ കാണുന്നത് ഇവരുടെ കാരണമാണ്. സോ അതിൻ്റെ കൂടെ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ആണ്. ധന്യ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എപ്പോഴും എനിക്ക് സ്പെഷ്യൽ ആയിരിക്കും. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന കുറേ സംഭവങ്ങൾ പടത്തിലുണ്ട്. അപ്പോൾ ബിഗ് താങ്ക് യു. എനിക്ക് അവസ്ഥ മനസ്സിലാവും. എനിക്കിപ്പോ സംസാരിക്കാൻ കുറച്ച് സമയം എടുത്ത് ചോദിച്ചാൽ മതി. കുഴപ്പമില്ല ബ്രോ, ചോദിച്ചോ, കുഴപ്പമില്ല. ചെയ്ത പരിപാടി കുറച്ചേ ഉള്ളെങ്കിൽ കൂടി അത് എത്രത്തോളം ഹെക്റ്റിക് ആണ്, അതേപോലെ ഇനി ഒരു പടം ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഇപ്പം ഞാൻ ഫൈറ്റ് ചെയ്തത് എത്രമാത്രം ഹെക്റ്റിക് ആണെന്ന് വെച്ചാൽ കുറച്ച് ഹെക്റ്റിക് എന്നല്ല, അതിന്റെ ചില ചെയ്യുമ്പോൾ അതിപ്പോ ഞാൻ മാത്രമല്ല, ഫൈറ്റ് ചെയ്യുന്ന എല്ലാ ആക്ടേഴ്സും അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്താലും ഫിസിക്കലായിട്ടുള്ള എന്ത് ആക്ടിവിറ്റി ഒരു സീനിൽ വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഒരു സ്പെഷ്യൽ ഒരു ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് എല്ലാവരും എടുക്കുന്ന എഫേർട്ട് തന്നെയാണ്, ഞാൻ അങ്ങനെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഈ അത് വരുമോ എന്നുള്ളതൊക്കെ വരുന്നു. അങ്ങനെ ഒരു സിനിമ വരുവാണ്, അടിപൊളിയാണെങ്കിൽ ചെയ്യാൻ ഉറപ്പായിട്ടും. താങ്ക് യു ബ്രോ. കുതിരക്കാരന്റെ രൂപം ആരാണ് ക്രിയേറ്റ് ഓഫ് കോഴ്സ് മെൽവിയും റോണക്സും ചേർന്നിട്ടാണ് അത് രൂപം സെറ്റ് ചെയ്തത്. ആദ്യം ഞങ്ങൾ സ്കെച്ച് ചെയ്തു, പല പല മോഡൽസ് ഉണ്ടാക്കി, കുറെ ട്രൈ ചെയ്തിട്ടാണ് അതിലും ഒരു ഫൈനൽ രൂപത്തിലോട്ട് എത്തുന്നതും എല്ലാം. അത് കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് അത് പ്രോസ്തെറ്റിക്സ് ചെയ്തതും റോണക്സും, പിന്നെ അതിന്റെ കോസ്റ്റ്യൂം കംപ്ലീറ്റ് മെൽവി, അവരുടെ കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് അവർക്കാണ്. ഹലോ. ഹൊറർ കോമഡി മലയാളത്തില് വർക്ക് ആവല് വളരെ കുറവാണ്. ഇപ്പോൾ ഒരു ആകാശഗംഗ, ഒരു രോമാഞ്ചം അങ്ങനെയൊക്കെ ഇത് ഉള്ളൂ. പക്ഷെ വർക്ക് ആയാലും അത് ഭയങ്കര വലിയ സക്സസ് ആവാറുണ്ട് മലയാള സിനിമയിൽ. പക്ഷെ സർപ്രൈസിംഗലി ഇപ്പം നമ്മുടെ മലയാളത്തിൽ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ചില ഹൊറർ കോമഡികളൊക്കെ ഭയങ്കരമായിട്ട് ക്രിട്ടിക്സ് ബാഷ് ചെയ്തിട്ടുണ്ട്. ബോളിവുഡിൽ വരെ ഈ ഹൊറർ കണ്ട കോമഡിയും കോമഡി കണ്ട ഹൊററുമായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വരെ വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പം ഓൾറെഡി നേരത്തെ മാത്യു സൂചിപ്പിച്ച പോലെ തന്നെ കുറച്ച് വിമർശനങ്ങളിലൂടെ കൂടി കടന്നു പോവാണല്ലോ. അപ്പോൾ ഇത് പിക്ക് ചെയ്യുമ്പോൾ, ഈ ജോണർ പിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാ ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നത്? വിമർശനങ്ങൾ വന്നതിന് മുമ്പാണ് ഞാനിത് പിക്ക് ചെയ്തത്. അപ്പോ ഇല്ല, ഞാൻ എല്ലായിടത്തും പറഞ്ഞ പോലെ നമ്മൾ ഇന്റർവ്യൂവിൽ സംസാരിച്ച പോലെ ഇത് ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് ഈ ഒരു ഹൊറർ കോമഡി എന്നുള്ളത് മാത്രം കൊണ്ടല്ല, അല്ലാണ്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിന്റെ ഒരു ജേർണി ഭയങ്കര അടിപൊളിയാണ്. അത് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് കണക്ട് ആയി. ഡെഫിനറ്റ്ലി ഇതിൽ ഹൊററും കോമഡിയൊക്കെ എനിക്ക് വർക്കായി. പക്ഷെ എന്നെ പേഴ്സണലി ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത ഒരു ഫാക്ടർ ഈ ക്യാരക്ടറിന്റെ ഒരു ട്രാൻസിഷനും അതിന്റെ ഒരു ജേർണിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ അത് എനിക്ക് എന്താ, പിന്നെ ഈ പറഞ്ഞ പോലെ ചിരിച്ചു ഞാൻ കുറെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ. ഹൊറർ നമുക്ക് കേൾക്കുമ്പോൾ എന്നുള്ളതാണ്, പക്ഷെ അത് ഡെഫിനറ്റ്ലി അത് ക്രെഡിറ്റ്സ് ടു
എഡിറ്റ് നൗഫലിക്കയും അല്ലെങ്കിൽ അഭിച്ചേട്ടൻ ആ ടെക്നിക്കൽ ടീമിനാണ് ഹൊറർ വർക്കായത് അവര് കാരണമാണ്. കാരണം അത് എടുത്ത ഫലിപ്പിക്കുന്ന ഒരു കാര്യം, അത് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹൊറർ വർക്ക് ആണെങ്കിൽ അവർ ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഷോട്ട് വെക്കണം, അങ്ങനെ അല്ലെങ്കിൽ ടൈമിങ് പ്രോപ്പർ ആയിരുന്നു. അപ്പൊ ഫുൾ ക്രെഡിറ്റ്സ് ടു ദം. അപ്പോ യെസ്, അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല, ഹൊറർ കോമഡി വർക്കാവോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഇതിന്റെ സ്ക്രിപ്റ്റ് എനിക്ക് കേട്ടപ്പോൾ അറിയായിരുന്നു ഇതൊരു നല്ല സിനിമയായിട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു നല്ല സിനിമ എടുക്കാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ പ്രൊമോഷന്റെ സമയത്ത് കാണിച്ചൊരു സത്യസന്ധതയുണ്ട്, ഒരു ആത്മാർത്ഥതയുണ്ട്. അപ്പൊ അത് ഈ കാന്താരയുടെ റിലീസുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ ഒട്ടിക്കലായിരുന്നു. അപ്പം സാധാരണഗതിയിൽ അങ്ങനെ ഒരു സിനിമ മാറ്റുമ്പോൾ പല ടെക്നിക്കൽ കാരണങ്ങളാൽ മാറ്റി എന്നൊക്കെയാണ് അത് പറയുക ഒഫീഷ്യൽ ഭാഷയിൽ. പക്ഷെ ഇവിടെ കാന്താര എന്നൊരു വലിയ പടമുണ്ട്, ഞങ്ങൾ അതുകൊണ്ട് മത്സരിക്കാനില്ല എന്ന് അത് വളരെ ജെന്യുവൻ ആയിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ ഇപ്പോഴായിരിക്കും ടാർഗറ്റ് ഓഡിയൻസ് എത്തുക ഡെഫിനറ്റ്ലി കാന്താരയുടെ ആ ഒരു വലിയ എഫക്റ്റ് കഴിഞ്ഞിട്ട്. ആ ഒരു ഐഡിയ, ആ ജെന്യുവിനിറ്റി ആളുകൾ സ്വീകരിക്കും. അത് എവിടുന്ന ഐഡിയ ആയിരിക്കും? അത് അങ്ങനെ നമ്മളെല്ലാരും നമുക്ക് അങ്ങനെ ജെന്യുവൻ ആവാൻ പറ്റണതിന്റെ മെയിൻ കോൺഫിഡൻസ് സജിനിലാണ്. സജിനിക്ക് പറഞ്ഞു കാന്താര നന്നായിട്ട് ഓടുന്നുണ്ട്, നമ്മൾ എന്തിനാ വെറുതെ അതിന്റെ തലയിൽ പെടുന്നത്, നമുക്ക് തുറന്ന് പറഞ്ഞേക്കാന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും ശരി. അപ്പൊ സഭ അപ്പത്തേക്കും ഒരു ഐഡിയ ഉണ്ടാക്കി, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു സാധനം. ആ റീല് ഷൂട്ട് ചെയ്തതിന്റെ ഐഡിയ ഫുൾ സഭയാണ് അതിന്റെ എഴുത്തും ഐഡിയ ഒക്കെ. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കാണ് അതിന്റെ ക്രെഡിറ്റ്സ്, സജിനിക്കും സഭയും. ഉണ്ട് കേട്ടോ. അല്ല എല്ലാം നമ്മുടെ ടീമിൽ എല്ലാവരും ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഈ ടെക്നിക്കൽ ഫാൾസ് റീസൺസ് പറയുന്നതിനെക്കാട്ടിലും സത്യസന്ധമായിട്ട് ഇത് തന്നെയായിരുന്നു കാരണം. ഞങ്ങള് ഇപ്പൊ എന്താ ചൈത്ര പറഞ്ഞ മാതിരി ഒരു കുഞ്ഞു വലിയ സിനിമയാണ്. അപ്പൊ അത് ആ കുഞ്ഞു വലിയ സിനിമയ്ക്ക് ശരിക്കും വലിയ വലിയ സിനിമയെ പേടിയുണ്ട്. അപ്പൊ അറിയാലോ, ഒരു സിനിമ നിലനിൽക്കാൻ വേണ്ട സമയവും കാലവും ഒക്കെ നോക്കി ഇന്നത്തെ കാലത്ത് ഇറക്കാൻ പറ്റുള്ളൂ. തിയേറ്ററിൽ നിൽക്കണമെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഓപ്പൺ ആയിട്ട് ആളുകളോട് പറയുന്നു, നിങ്ങളോട് പറയുന്നു, ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങൾ പിന്നെ വരാം, അപ്പൊ കാണും. ഇങ്ങനെ ഇതിനു മുൻപ് തന്നെ നമ്മള് ഞാൻ 1-2 ഐഡിയാസ് ഒക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഞാൻ അത്രത്തോളം നമ്മൾ ഈ പരിപാടിയിൽ ഇന്നായി കഴിഞ്ഞു. അപ്പൊ ഇത് എങ്ങനെങ്കിലും ആ പ്രൊമോഷൻ, ആ പരിപാടി അടക്കം നമ്മൾ ആലോചിക്കാൻ തുടങ്ങുന്നത് തന്നെ നമ്മൾ ഇതിലോട്ട് എത്രത്തോളം ഇന്നാവുന്നത് കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന 1-2 ഐഡിയാസ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ റിലീസ് മാറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് കാന്താരനെ പേടിച്ച അങ്ങനത്തെ ഒരു പോസ്റ്ററോ അങ്ങനെ അപ്പം എന്റെ മനസ്സിൽ അത് ജ്യോതിഷായിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് റീലായിട്ട് ഇറക്കാന്നുള്ള പോലെയായിരുന്നു എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ ഇവരെന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ആലോചിച്ച സമയത്ത് എനിക്കുണ്ടായ ഇതാണ്. നൗഫൽക്ക ഒരു രാത്രി വിളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യണം. ഞാൻ മുൻപ് ഇങ്ങനെ ഓരോ ഐഡിയകൾ പറയുമായിരുന്നല്ലോ, അത് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനൊരു ഇതുണ്ട്, ഇതിന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചത് ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പൊ പിന്നെ അതിന്റെ അടുത്ത ദിവസം തന്നെ നമ്മള് റോഡിൽ ഇറങ്ങി പരിപാടി ചെയ്തു. പിന്നെ ബാക്കി മറ്റേ ടൈറ്റിൽ വരുന്നു, തെയ്യം വരുന്നു, വേറെ കളർ, ഞാൻ പറഞ്ഞ വേറെ സാധനങ്ങൾ വരുന്നത് വീഡിയോ ആയിട്ട് വരുന്നു. അത് മില്യൺ വ്യൂസ്. എന്റെ ഇവരോട് ഇന്റർവ്യൂ പോകുമ്പോ ഇവരുടെ അടുത്ത് ചോദിക്കും ഇത് ആരുടെ ആയിരുന്നു. അപ്പൊ ഇവര് സഭ. അപ്പൊ വേറൊരു ഒരുപാട് നമുക്ക് അത്തരത്തിൽ ഈ ജംപ് സ്കെയർസ് ഇല്ലാതെ നമുക്ക് കുറെ എലമെന്റ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അതിപ്പം കുട്ടികൾക്കാണെങ്കിലും വന്ന് കാണുമ്പോൾ അവർക്കത് കംഫർട്ട് ആയിരിക്കും. പ്രതീക്ഷിക്കാതെ വലിയൊരു ഒച്ച വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ പേടിക്കാതെ എന്താന്നൊരു ഭയങ്കര ഡീസന്റ് ആയിട്ട് ചെയ്യണം എന്നായിരുന്നു ഉദ്ദേശം. ഇപ്പോ ഇനീഷ്യലി അതിലൊരു ഇവന്റെ ട്രോമയിലത്തെ ക്യാരക്ടർ ചോദ്യം എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ ജനലിന്റെ പുറത്ത് വന്ന് നിൽക്കുന്ന സീൻ ഷോട്ട് ഉണ്ടല്ലോ, അത് ആക്ച്വലി ഞാൻ എഡിറ്ററുടെ ഭാഷ എനിക്കിപ്പോ ഇങ്ങനത്തെ ചോദ്യത്തിന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്യു ആ എമർജൻസി ആയിട്ട് ഇങ്ങനെ വന്ന എമർജൻസിയുടെ ലൈറ്റ് കട്ടായി കഴിയുമ്പോൾ ഈ ചോദ്യയുടെ ഒരു ഷോൾഡർ ഫ്രെയിമിലോട്ട് ഇങ്ങനെ കയറി വരും, എന്നിട്ടാണ് ഫേസ് കാണിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഞെട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവൻ നോക്കിയതും ഇവളുടെ ഫേസ് വെച്ച് ഭയങ്കര സൗണ്ട് വെച്ച് ഭയങ്കര ഞെട്ടിപ്പിക്കായിരുന്നു. പക്ഷെ
അങ്ങനെയല്ല, ഓർഗാനിക്കലി ഒരു പരിപാടി കയറി 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 വരട്ടെ എന്നുള്ളൊരു ഇന്റൻഷനലി തന്നെ അങ്ങനെ ചെയ്തതാണ്. ഭയങ്കര ഒന്നും ഓവർ ആവണ്ട, എന്നാൽ എല്ലാവർക്കും ആസ്വാദ്യകരമാവണം. താങ്ക് യു. അപ്പൊ എന്നാ നിർത്താം. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞു വലിയ സിനിമയെ OTT-യിലേക്ക് ഒതുക്കാതെ തിയേറ്റർ പടമാക്കി വിജയിപ്പിച്ചു തരണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ റിക്വസ്റ്റ് ചെയ്യുന്നു. ജെന്യുവൻലി നിങ്ങൾക്ക് എന്താ തോന്നിയത് അതൊന്ന് ജെന്യുവൻലി സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെ ആൾക്കാരായിട്ട് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ. നല്ല സിനിമയാണ് ആക്ച്വലി, ഫ്രം ദി ഹാർട്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ താങ്ക് യു ഇത്രയും നേരം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിൽ, അല്ലെങ്കിൽ തിയേറ്ററിലും അല്ലെങ്കിൽ ഇവിടെ ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി വന്ന് ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞിരുന്നതെല്ലാം കേട്ടതിനൊക്കെ ബിഗ് താങ്ക് യു. ഇനിയുള്ള സപ്പോർട്ടിനൊക്കെ ഇപ്പോഴേ ഒരു താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച്.